അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഞങ്ങളിപ്പം കുറച്ച് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ബഡ്ജറ്റൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ബഡ്ജറ്റിലെ കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. വാട്സാപ്പിൽ മെസ്സേജ് ജിജോ. ഒരു ഹായ് പറയാം. ഹായ്. പേര് പറഞ്ഞോ. ജിജോ. ഓക്കെ. എന്തുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബ്രോ? ഞാൻ ഇവിടെ എക്സാൻഡന്റിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട്. ഞാൻ അന്ന് വിളിച്ചിട്ടില്ലായിരുന്നോ? എനിക്ക് വിളിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ലിസ്റ്റ് ഓയിലിൽ നിന്ന്. ഓക്കെ. എനിക്ക് മനസ്സിലായി. ലാൻഡ് ചെയ്തിട്ട് ഇപ്പം 6 മാസമായി. എനിക്ക് ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടിയത്. ഓക്കെ. സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗ്രീൻ ചില്ലിയിലേക്കാണ് എത്തിയേക്കുന്നത് കേട്ടോ. ഗ്രീൻ ചില്ലി ഏഷ്യൻ ഫുഡ്. അപ്പോൾ ഫ്രണ്ട്സ്, അയർലൻഡിൻ്റെ ബഡ്ജറ്റിലെ കുറച്ച് മേജർ പോയിന്റുകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് സോഷ്യൽ വെൽഫെയർ പേയ്മെന്റ്സുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷൻ അലോക്കേഷൻ ഏകദേശം 2.6 ബില്യൺ യൂറോയാണ് പുതിയതായിട്ട് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ 2025 വേണ്ടി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സോഷ്യൽ വെൽഫെയറിൽ വരുന്ന വൺ ഓഫ് പേയ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 200 യൂറോ വൺ ഓഫ് പേയ്മെന്റ് നമ്മൾ ലിവിങ് അലോൺ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട് കേട്ടോ. അത് നവംബർ 2024 ഉണ്ടാവും. ഫ്യൂവൽ അലവൻസ് കിട്ടുന്നവർക്ക് ഒരു 300 യൂറോ വൺ ഓഫ് പേയ്മെന്റ് ആയിട്ട് അവർക്ക് ഇൻക്രീസ് വരുന്നുണ്ട്. അപ്പോൾ ഫ്യൂവൽ അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് ഹീറ്റ് ചെയ്യാനുള്ള വിന്റർ മന്തിലെ ഫ്യൂവൽ അലവൻസ് ആയിട്ടാണ് അവർ തരുന്നത് കേട്ടോ. അപ്പോൾ അതൊരു വൺ ഓഫ് പേയ്മെന്റ് ആയിട്ട് ഒരു 300 യൂറോ ഇൻക്രീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഫ്യൂവൽ അലവൻസ് ഇവിടെ എല്ലാവർക്കും കിട്ടത്തില്ല. അപ്പം അതിന് സർട്ടൻ ക്രൈറ്റീരിയസ് ഉണ്ട്. ഒന്നുകിൽ അത് ലിവിങ് അലൗൺ ആയിരിക്കണം, പിന്നെ അല്ലെങ്കിൽ നമ്മൾ 70 വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം. കെയറർ അലവൻസ് വാങ്ങുന്ന ആളാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെയോ ആരെങ്കിലും ഒക്കെ നോക്കാനായിട്ട് നിൽക്കുമ്പോൾ അതിന് കെയറർ അലവൻസ് വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഫ്യൂവൽ അലവൻസ് കിട്ടും. അതുപോലെ ജോബ് സീക്കേഴ്സ് അലവൻസ് ഷോർട്ട് ടൈം ആയിട്ട് വാങ്ങുന്നവർക്കും ഫ്യൂവൽ അലവൻസ് കിട്ടും. അങ്ങനെ കുറെ. അപ്പോൾ ഫ്യൂവൽ അലവൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്. അത് എല്ലാവർക്കും ഇവിടെ അവൈലബിൾ ആവത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറ്റിസൺ ഇൻഫർമേഷനിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോർമലി ജീവിക്കുന്ന ഒരാൾക്ക് ഫ്യൂവൽ അലവൻസ് എലിജിബിൾ അല്ല. പക്ഷേ ഫ്യൂവൽ അലവൻസ് എടുക്കുന്നവർക്ക് 300 യൂറോ വൺ ഓഫ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇൻക്രീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൺ ഓഫ് പേയ്മെന്റ് ഇൻക്രീസ് 400 യൂറോ വരുന്നുണ്ട്. അത് വർക്കിംഗ് ഫാമിലി പേയ്മെന്റ് ആയിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ലോ പേ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോ പേയ്മെന്റ് മാത്രമേ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കൊരു വൺ ഓഫ് പേയ്മെന്റ് 400 യൂറോ വരുന്നുണ്ട് കേട്ടോ. വർക്കിംഗ് ഫാമിലി പേയ്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. വർക്കിംഗ് ഫാമിലി പേയ്മെന്റ് ഈസ് എ വീക്ക്ലി ടാക്സ് ഫ്രീ പേയ്മെന്റ് ഫോർ എംപ്ലോയീസ് വിത്ത് ചിൽഡ്രൻ. ഇറ്റ് സപ്പോർട്ട്സ് പീപ്പിൾ ഹു ആർ ഓൺ ലോ പേ. അതാണ് അതിന്റെ മീനിങ്. എന്ന് വെച്ചാൽ ചിൽഡ്രൻ ഉണ്ട്, പക്ഷേ ലോ പേ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ, വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു വൺ ഓഫ് പേയ്മെന്റ് ആയിട്ട് 400 യൂറോ ഇൻക്രീസ് വരുന്നുണ്ട്. 400 യൂറോ കിട്ടുന്നുണ്ട് വൺ ഓഫ് പേയ്മെന്റ് ആയിട്ട്. അത് നവംബർ 2024 കിട്ടും കേട്ടോ. പിന്നെ അടുത്തൊരു വൺ ഓഫ് പേയ്മെന്റ് ആണ് ചൈൽഡ് ബെനിഫിറ്റ് ഡബിൾ പേ വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അയർലൻഡിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു ചൈൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് മാസാമാസം 140 യൂറോ ആ ചൈൽഡിന്റെ ചെലവിന് വേണ്ടി ഗവൺമെന്റ് മദറിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും കേട്ടോ. ഇപ്രാവശ്യം അവർ പറഞ്ഞേക്കുന്നത് ചൈൽഡ് ബെനിഫിറ്റ് ഡബിൾ ആയിട്ട് വരും. അത് 2 വട്ടം വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് വരുന്നത് നവംബർ 2024 അടുത്തത് വരുന്നത് ഡിസംബർ 2024 അപ്പോൾ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഡബിൾ പേ നമുക്ക് തരുന്നത് കുട്ടിയുടെ ഒരു ക്രിസ്മസിലെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ കുറച്ച് കവർ ചെയ്യാനുള്ള സപ്പോർട്ടായിട്ടാണ് വരുന്നത്. അത് ഓരോ ചൈൽഡിനുമാണ് ഡബിൾ പേ ആയിട്ട് വരുന്നത്. അപ്പം ഒരു ചൈൽഡ് ഉണ്ടെങ്കിൽ 140 കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് 280 ആയിട്ട് കിട്ടും. നവംബറിൽ കിട്ടും, അതുപോലെ ഡിസംബറിലും കിട്ടും. അപ്പൊ ചൈൽഡ് ബെനിഫിറ്റ് എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കാരണം 16 വയസ്സ് വരെ ചൈൽഡിന്റെ ചെലവിന് വേണ്ടിയുള്ള ഒരു ചെറിയ സപ്പോർട്ടാണ് ഗവൺമെന്റ് 140 യൂറോ വെച്ച് മന്ത്ലി ഓരോ മദറിന്റെ അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് തരുന്നത് കേട്ടോ. 140 യൂറോ. അപ്പൊ 3 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 140 × 3 ഏകദേശം 420 യൂറോ നമുക്ക് ആ ചൈൽഡിന്റെ സപ്പോർട്ടിന് വേണ്ടി ഏകദേശം 16 വയസ്സ് വരെ കിട്ടും. പിന്നെ 18 വയസ്സ് വരെ കിട്ടുന്നതുകൊണ്ട് ആ ചൈൽഡ് ഫുൾ ടൈം എഡ്യൂക്കേഷനിലാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 18 വയസ്സ് വരെ നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് ഇട്ട് തരും കേട്ടോ, സപ്പോർട്ട് ചെയ്യും. ഈ ബഡ്ജറ്റിന്റെ കണക്കനുസരിച്ച് നവംബറിലും ഡിസംബറിലും ഡബിൾ പേ ആണ് വരുന്നത്. അപ്പം 3 കുട്ടികളുള്ളവർക്ക് 420 × 2 ആണ്. അപ്പം നവംബറിൽ അവർക്ക് ഏകദേശം 840 യൂറോ ഡബിൾ പേ ആയിട്ട് കയറും. അതുപോലെ ഡിസംബറിലും 840 യൂറോ ഡബിൾ പേ ആയിട്ട് കയറും കേട്ടോ. അപ്പം ഇത് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. കാരണം നവംബറിലും ഡിസംബറിലൊക്കെ ഇവർക്ക് നല്ല ക്രിസ്മസിന്റെയും ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ
നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇപ്പൊ കുട്ടികളൊക്കെ കുറച്ച് വലുതായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിത്തരാനൊക്കെ ആയിരിക്കും പറയുന്നത്. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ പൈസ ഗിഫ്റ്റായിട്ട്, ക്രിസ്മസ് ഗിഫ്റ്റായിട്ടും സാന്താ ഗിഫ്റ്റായിട്ടൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഞാനിങ്ങനെ ഐറിഷുകാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അവര് സാന്റാ ഗിഫ്റ്റായിട്ട് ഇന്ന സാധനമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് ശരിക്ക് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും, ചിലപ്പം പ്ലേ സ്റ്റേഷനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ പൈസ നമുക്ക് ഗിഫ്റ്റ് വാങ്ങാനും എല്ലാം ഉപയോഗിക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടുത്തെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം നവംബറിൽ 3 കുട്ടികൾക്ക് 840 യൂറോ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസംബറിലും 840 യൂറോ കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് ക്യൂരിയസ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം 2 മാസം കൊണ്ട്, നവംബർ ഡിസംബർ മാസം കൊണ്ട് 3 കുട്ടികളുള്ള ഒരു ഫാമിലിക്ക് ഗവൺമെന്റ് കൊടുക്കുന്നത് ഏകദേശം 1680 യൂറോയാണ് ഫ്രീ ആയിട്ട് കുട്ടികളുടെ ചെലവിന് വേണ്ടി അക്കൗണ്ടിലേക്ക്, മദറിന്റെ അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1680 യൂറോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,55,526 യൂറോയാണ് കേട്ടോ. അപ്പൊ നവംബർ ഡിസംബർ മാസത്തിൽ 3 കുട്ടികളുള്ള ഒരു ഫാമിലിക്ക് ഇവിടെ 1,55,526 യൂറോ അവരുടെ ചെലവിന് വേണ്ടി, കുട്ടികളുടെ ചെലവിന് വേണ്ടി ഐറിഷ് സർക്കാർ നമ്മളുടെ മദറിന്റെ അക്കൗണ്ടിലേക്ക് ചൈൽഡ് ബെനിഫിറ്റ് ആയിട്ട് പേ ചെയ്യും കേട്ടോ. ശരിക്കും അതൊക്കെയാണ് ഇവിടുത്തെ ഒരു രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അയർലൻഡ് ശരിക്കും റീസെന്റ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അയർലൻഡ് അതിസമ്പന്നതയുടെ പട്ടികയിൽ കയറിയുന്നു. ആദ്യത്തെ 10 റിച്ചസ്റ്റ് കൺട്രി നോക്കുമ്പോഴത്തേക്കും അതിൽ അയർലൻഡ് ഏകദേശം നല്ല ടോപ്പ് പൊസിഷനിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് അയർലൻഡ് റിച്ചസ്റ്റ് കൺട്രി കാറ്റഗറിയിലോട്ട്, അതിസമ്പന്നതയുടെ കാറ്റഗറിയിലേക്ക് കയറിയെന്നും പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടുത്തെ ടാക്സ് സിസ്റ്റവും എല്ലാം പ്രോപ്പർ ആയതുകൊണ്ടാണ്, എല്ലാവരും വർക്ക് ചെയ്യുന്ന എല്ലാവരും പ്രോപ്പറായിട്ട് ടാക്സ് പേ ചെയ്യുന്നു. അതുപോലെ ഇവിടെയുള്ള ആൾക്കാരുടെ ജനസംഖ്യ ഏകദേശം കുറവാണ്, അതുകൊണ്ട് GDP റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ GDP ഇൻക്രീസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ ബെനിഫിറ്റ് ഇവിടെ ജീവിക്കുന്നവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ വർക്ക് ചെയ്ത് ഇവിടെ ജീവിക്കുന്ന, ടാക്സ് പേ ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഈ പല സ്ഥലത്തൂടെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഞാനിത് പണ്ടത്തെ ഒരു ബഡ്ജറ്റിന്റെ വീഡിയോ പറഞ്ഞപ്പോഴും ഞാൻ ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ GDPയുടെ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി സപ്പോർട്ടാണ്. അടുത്തൊരു വൺ ഓഫ് പേയ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ടേം സോഷ്യൽ വെൽഫെയർ വീക്ക്ലി പേയ്മെന്റ് വാങ്ങുന്നവർക്ക് ഒരു ഡബിൾ വീക്ക്ലി പേയ്മെന്റ് വരുന്നുണ്ട് കേട്ടോ. ക്രിസ്മസ് ബോണസിന്റെ കൂടാതെ എ ഡബിൾ വീക്ക് പേയ്മെന്റ് ടു പീപ്പിൾ ഗെറ്റിംഗ് ലോങ് ടേം സോഷ്യൽ വെൽഫെയർ വീക്ക്ലി പേയ്മെന്റ് ഇൻ ഒക്ടോബർ 2024 ഇൻ അഡീഷൻ ടു ദ ക്രിസ്മസ് ബോണസ്. എന്ന് വെച്ചാൽ ലോങ് ടേം സോഷ്യൽ വെൽഫെയർ പേയ്മെന്റ് വീക്ക്ലി കിട്ടുന്നവർക്ക് ഒരു ഡബിൾ വീക്ക് പേയ്മെന്റ് വരുന്നുണ്ട്. അത് ക്രിസ്മസ് ബോണസിന്റെ കൂടാതെ, ഇൻ അഡീഷൻ ടു ക്രിസ്മസ് ബോണസ്. ശരിക്കും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല, വേറെ ആൾക്കാരായിരിക്കും ചിലപ്പം ലോങ് ടേം സോഷ്യൽ വെൽഫെയർ പേയ്മെന്റ് ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസേബിലിറ്റി അലവൻസ് വാങ്ങുന്നവർക്കും ഇൻവാലിഡിറ്റി പെൻഷൻ, അതുപോലെ ബ്ലൈൻഡ് പെൻഷൻ, ഇത്രയും കാര്യങ്ങൾ എലിജിബിൾ ആയിട്ട് കിട്ടിക്കൊണ്ട് ഇരിക്കുന്നവർക്ക് ഒരു 400 യൂറോ ഒരു വൺ ഓഫ് പേയ്മെന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് അവർക്ക് നവംബർ 2024 കിട്ടും കേട്ടോ. ഡിസേബിലിറ്റി അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പം നമ്മുടെ നാട്ടിൽ വികലാംഗർക്ക് കൊടുക്കുന്ന ആ ഒരു അലവൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ വികലാംഗർക്ക് കൊടുക്കുന്ന, ഡിസേബിലിറ്റിക്ക് കൊടുക്കുന്ന അലവൻസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു 400 യൂറോ അഡീഷൻ ആയിട്ട് ഒരു വൺ ഓഫ് പേയ്മെന്റ് ആയിട്ട് നവംബർ 2024 വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 400 യൂറോ വൺ ഓഫ് പേയ്മെന്റ് ആയിട്ട് ഡൊമിസിലിയറി കെയർ അലവൻസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കും, അതുപോലെ കെയറർ സപ്പോർട്ട് ഗ്രാന്റ് കിട്ടുന്നവർക്കും ഒരു വൺ ഓഫ് പേയ്മെന്റ് ആയിട്ട് ഒരു 400 യൂറോ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ അലവൻസുകൾ വാങ്ങുന്നവർക്കെല്ലാം നവംബർ 2024 ഒരു 400 യൂറോ വൺ ഓഫ് പേയ്മെന്റ് ആയിട്ട് ഒരു കുറച്ചുകൂടെ സപ്പോർട്ട് ഗവൺമെന്റിന്റെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഹാലോവിൻ്റെ മത്തങ്ങയൊക്കെ വന്നു കേട്ടോ. ഇത് ഇവിടെ നല്ല ഓറഞ്ച് മത്തങ്ങയുണ്ട്. ഇത് ഇവിടെ വേറൊരു ടൈപ്പ് മത്തങ്ങ, നമ്മുടെ പംകിൻ, ഹഗ്ഗീസ് പംകിൻ വൈറ്റ് മത്തങ്ങയാണ് ഇത്. ഹാലോവിൻ പംകിൻ വന്നു കുഞ്ഞു. കാണിച്ചു തരാം, കണ്ടോ? ഇതിപ്പോ നമ്മൾ വൺ ഓഫ് പേയ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് പറയാനുള്ളത് സോഷ്യൽ വെൽഫെയർ വീക്ക്ലി പേയ്മെന്റ്സിന്റെ കാര്യമാണ് കേട്ടോ. ഇവിടെ സോഷ്യൽ വെൽഫെയർ വീക്ക്ലി പേയ്മെന്റ്, അതായത് മെറ്റേണിറ്റി ബെനിഫിറ്റ്, അഡോപ്റ്റീവ് ബെനിഫിറ്റ്, പെറ്റേണിറ്റി ബെനിഫിറ്റ്,
പേരൻസ് ബെനിഫിറ്റ് ഇതെല്ലാം കിട്ടുന്നവർക്ക് അത് ഇൻക്രീസ് ആവാൻ പോകുന്നത് ഒരു 15 യൂറോയും കൂടെ വീക്ക്ലി ആയിട്ട് ഇൻക്രീസ് കിട്ടും കേട്ടോ. 15 യൂറോ ഇൻക്രീസ് ചെയ്തായിരിക്കും ഇനി വരുന്നത് ജനുവരി 2025 മുതൽ കേട്ടോ. മറ്റുള്ള വീക്ക്ലി സോഷ്യൽ വെൽഫെയർ പേയ്മെന്റ് എല്ലാം ഇൻക്രീസ്ഡ് ബൈ 12 യൂറോ 12 യൂറോ ഇൻക്രീസ് ആവുന്നുണ്ട്. ഇനി അടുത്തൊരു ബോണസ് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ക്രിസ്മസ് ബോണസ് കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അത് ശരിക്കും എല്ലാവർക്കും എലിജിബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ക്രിസ്മസ് ബോണസ് ഓഫ് 100% വിൽ ബി പെയ്ഡ് ഇൻ ഡിസംബർ 2024 ടു പീപ്പിൾ ഗെറ്റിംഗ് എ ക്വാളിഫയിങ് സോഷ്യൽ വെൽഫെയർ പേയ്മെന്റ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ലോ ഇൻകം ഉള്ള ഫാമിലിക്കും വർക്കിംഗ് ഫാമിലി പേയ്മെന്റ് ഒക്കെ കിട്ടുന്നവർക്ക് അങ്ങനെയുള്ളവർക്കായിരിക്കും ക്രിസ്മസ് ബോണസ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അത് എലിജിബിൾ ആണോ എന്ന്, നോർമൽ ഉള്ള ആൾക്കാർക്ക് എലിജിബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ ഒരു മേജർ ഒരു കാര്യം പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ന്യൂ ബോൺ ബേബി ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം പുതിയ ഇപ്പം ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി ജനിച്ച് ഫസ്റ്റ് മാസം ആകുമ്പോഴത്തേക്കും ആദ്യ മാസത്തെ ചൈൽഡ് ബെനിഫിറ്റ് മദറിന് വന്നു തുടങ്ങും. ഇപ്പം ആ ചൈൽഡ് ബെനിഫിറ്റിന്റെ കൂടെ ഒരു ന്യൂ ബോൺ ബേബി ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 280 യൂറോയും കൂടെ ഒരു പുതിയ ഗ്രാൻഡ് ആയിട്ട് ഫസ്റ്റ് മന്തിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഫസ്റ്റ് മാസം വരുന്നത് 280 യൂറോയും പ്ലസ് ഈ 140 എന്നുള്ള ചൈൽഡ് ബെനിഫിറ്റോടെ ചേർത്തായിരിക്കും. അപ്പൊ അതിങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, എ ന്യൂ ബോൺ ബേബി ഗ്രാൻഡ് ഓഫ് 280 യൂറോ ഇൻ അഡീഷൻ ടു ദ ഫസ്റ്റ് മന്ത് ഓഫ് ചൈൽഡ് ബെനിഫിറ്റ് 140 യൂറോ. ഇനി നമ്മുടെ ഇൻകം ടാക്സ് ബാൻഡിൽ വരുന്ന ചേഞ്ചസ് ആണ്, മേജർ ചേഞ്ചസ്. അതിൽ പറഞ്ഞേക്കുന്ന സ്റ്റാൻഡേർഡ് ഇൻകം ടാക്സ് ബാൻഡ് ഒരാൾക്ക് ഇവിടെ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ 42,000 യൂറോ വരെ ആയിരുന്നു നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ 20% ടാക്സ് കൊടുക്കേണ്ടത്. ഇപ്രാവശ്യം അതൊരു 2,000 യൂറോയും കൂടെ അവർ അതിന്റെ ബാൻഡ് കൂട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്രാവശ്യം 44,000 യൂറോ വരെ ആനുവൽ സാലറി സമ്പാദിക്കുന്നവർക്ക് 20% ടാക്സ് കൊടുത്താൽ മതി. 44,000 മുകളിൽ സമ്പാദിക്കുന്നവർക്ക് മാത്രം ബാക്കിയുള്ള എമൗണ്ടിന് 44,000 മുകളിലേക്കുള്ള എമൗണ്ടിന് മാത്രം 40% ടാക്സ് കൊടുത്താൽ മതി കേട്ടോ ആനുവലി. അപ്പം അത് നല്ലൊരു ഇൻക്രിമെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20% ടാക്സ് ബാൻഡ് എന്നുള്ളത് ഒരു 44,000 വരെ സമ്പാദിക്കാം നമുക്ക് ആനുവലി. അത് കഴിഞ്ഞിട്ടുള്ള പൈസയ്ക്ക് മാത്രം നമ്മൾ 40% കൊടുത്താൽ മതി. അതുപോലെ തന്നെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാരീഡ് കപ്പിൾസിനും ഈ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നാണ് ഇൻകം ടാക്സ് ബാൻഡിൽ പറഞ്ഞേക്കുന്നത്. അതുപോലെ നമുക്ക് ടാക്സ് ക്രെഡിറ്റിൽ വ്യത്യാസമുണ്ട്. പേഴ്സണൽ ടാക്സ് ക്രെഡിറ്റ്, എംപ്ലോയി ടാക്സ് ക്രെഡിറ്റ്, അതുപോലെ ഏൺഡ് ഇൻകം ടാക്സ് ക്രെഡിറ്റ്. അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് മെയിൻ ആയിട്ടുള്ളത് പേഴ്സണൽ ടാക്സ് ക്രെഡിറ്റും എംപ്ലോയി ടാക്സ് ക്രെഡിറ്റും. അത് രണ്ടിലും ഏകദേശം 125 യൂറോയും കൂടെ ഇൻക്രിമെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാവർക്കും അറിയാം, അയർലൻഡിൽ നമ്മൾ ആനുവലി നമ്മൾ ടാക്സ് ക്രെഡിറ്റിന് അപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് പേഴ്സണൽ ടാക്സ് ക്രെഡിറ്റിനും എലിജിബിൾ ആണ്, അതുപോലെ എംപ്ലോയി തരുന്ന ടാക്സ് ക്രെഡിറ്റിനും എലിജിബിൾ ആണ്. അപ്പൊ അതിനകത്ത് 125 യൂറോയും കൂടെ ഓരോ ടാക്സ് ക്രെഡിറ്റിലും അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ മറ്റുള്ള ടാക്സ് ക്രെഡിറ്റുകൾ ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് പക്ഷേ നോർമലി ഉള്ളവർക്ക് എഫക്റ്റീവ് അല്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ബ്ലൈൻഡ് ടാക്സ് ക്രെഡിറ്റ് ഒരു 300 യൂറോ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇൻക്രീസ് ആയിട്ട് അത് 1,950 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ഡിപ്പെൻഡന്റ് റിലേറ്റീവ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 60 യൂറോ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് 305 ആയിട്ടുണ്ട്. ഹോം കെയർ ക്രെഡിറ്റ് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നവർക്ക് 150 യൂറോ ഇൻക്രിമെന്റ് വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് മൊത്തത്തിൽ 1,950 യൂറോ ആണ് ഇൻക്രിമെന്റ് വന്നേക്കുന്നത്. അതുപോലെ ഇൻകപ്പാസിറ്റേറ്റഡ് ചൈൽഡ് ക്രെഡിറ്റ് അത് 300 യൂറോ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് 3,800 യൂറോ ടാക്സ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ സിംഗിൾ പേഴ്സൺ ചൈൽഡ് കെയർ ക്രെഡിറ്റ് അത് 150 യൂറോ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കൂട്ടിയിട്ട് അത് 1,900 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ടാക്സ് ക്രെഡിറ്റ് ഒക്കെ എലിജിബിൾ ആയിട്ട് ആനുവലി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവർക്കെല്ലാം ഈ പറഞ്ഞ ഇൻക്രിമെന്റ് കൂടെ ചേർത്തായിരിക്കും ഇനി വരുന്നത് കേട്ടോ. പിന്നെ ഒരു മേജർ കാര്യമാണ് പറഞ്ഞേക്കുന്നത്, അത് ഇവിടെ റെന്റിന് നിൽക്കുന്നവർക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ദ റെന്റ് ടാക്സ് ക്രെഡിറ്റ് ഈസ് ഇൻക്രീസ്ഡ് ഫോർ 2024 ആൻഡ് 2025. 2024 റെന്റിന് നിൽക്കുന്നവർക്കും അതുപോലെ 2025 റെന്റിന് നിൽക്കാൻ പോകുന്നവർക്കും ഈ ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ആണ്. അത് 250 യൂറോ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് 1000 യൂറോ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ റെന്റ് ടാക്സ് ക്രെഡിറ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് ഞങ്ങളും റെന്റിന് നിൽക്കുന്ന സമയം ഞങ്ങളും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലൻഡിൽ റെന്റ് നിൽക്കുന്ന എല്ലാവർക്കും റെന്റ് ടാക്സ് ക്രെഡിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. തുടങ്ങിയ സമയം അത് 500 യൂറോ ആയിരുന്നു ഓരോ പേഴ്സണും കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഞാനും ലച്ചുവും റെന്റിന് നിൽക്കുന്ന സമയം ഞങ്ങളൊരു അപ്പാർട്ട്മെന്റിലായിരുന്നു റെന്റിന് നിന്നിരുന്നത്. അപ്പൊ ആ അപ്പാർട്ട്മെന്റ് ഓണർ ഞങ്ങൾക്ക് ഒരു RTB നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓണർ അവരുടെ പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തേക്കുവാണെന്ന് രജിസ്റ്റർ ചെയ്യുമ്പോഴെന്തോ അവർക്ക് കിട്ടുന്ന ഒരു യുണീക്ക് നമ്പറാണ് RTB നമ്പർ. അപ്പൊ ആ RTB നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ക്രെഡിറ്റ് ആനുവലി അപ്ലൈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് റെന്റ് ടാക്സ് ക്രെഡിറ്റ് കൂടെ അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് നമ്മൾ റെന്റിന് നിൽക്കുവാണ്. അപ്പൊ നമ്മൾ ആ RTB നമ്പറും കൂടെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റെന്റ് ക്രെഡിറ്റിന് എലിജിബിൾ ആവും. അപ്പൊ ഈ റെന്റ് ടാക്സ് ക്രെഡിറ്റ് തുടങ്ങിയ സമയം 500 യൂറോ ആയിരുന്നു. പിന്നെ അത് അവർ കൂട്ടി 750 യൂറോ ആയി ഓരോരുത്തർക്കും.
അപ്പം ഇപ്പം ലിൻസി ഞാനും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റെന്റിന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും റെന്റ് ടാക്സ് ക്രെഡിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കും €750 റെന്റ് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമ്മുടെ ടാക്സ് ക്രെഡിറ്റ് അപ്ലൈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ക്രെഡിറ്റ് ആവും. അപ്പൊ അത് ഇപ്പൊ അവർ കൂട്ടിയേക്കുന്ന എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 750 എന്നുള്ളത് €250 കൂടെ കൂട്ടിയിട്ട് 2024 ടാക്സ് ക്രെഡിറ്റ് അപ്ലൈ ചെയ്യുന്നവർക്കും 2025 അപ്ലൈ ചെയ്യുന്നവർക്കും അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിനും €1000 വരെ റെന്റിന് നിൽക്കുകയാണെങ്കിൽ റെന്റ് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ റെന്റ് ടാക്സ് ക്രെഡിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കേണ്ട കാര്യം നമ്മുടെ ഓണറിന്റെ കയ്യിൽ നിന്ന് RTB നമ്പർ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആനുവലി നിങ്ങൾ ടാക്സ് ക്രെഡിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും റെന്റ് ടാക്സ് ക്രെഡിറ്റിനും എലിജിബിൾ ആണെന്നുള്ള രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ടന്റിന്റെ അടുത്ത് പറയുക. എന്നിട്ട് ഈ RTB നമ്പർ എന്നാണെന്ന് തോന്നുന്നു, RTB നമ്പരും നമ്മുടെ അക്കൗണ്ടന്റിന് കൊടുക്കുക കേട്ടോ. അപ്പൊ അവര് RTB നമ്പർ വെച്ചിട്ട് റെന്റ് ടാക്സ് ക്രെഡിറ്റും നിങ്ങൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ റെന്റിന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റെന്റ് ടാക്സ് ക്രെഡിറ്റും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ 2024 and 2025 the amount of the credit is 20% of your rent payments in the year up to the maximum credit of €1,000 for an individual, €2,000 for a couple who are jointly assessed for tax. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം റെന്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും €1000 വരെ ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടാനുള്ള റെന്റ് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പൊ അയർലൻഡിൽ എല്ലാവർക്കും അറിയാം നല്ല രീതിയിലുള്ള റെന്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ റെന്റ് ടാക്സ് ക്രെഡിറ്റ് മിസ്സാക്കരുത്. നമ്മൾ ഓണറിന്റെ അടുത്ത് സംസാരിച്ചിട്ട് RTB നമ്പർ കളക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടാക്സ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ടന്റ് ത്രൂ, അത് ഞാൻ എപ്പോഴും പറയുന്നത്, ടാക്സ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ടാക്സ് ബാക്കിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് ക്രെഡിറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളൊരു അക്കൗണ്ടന്റ് ത്രൂ വേണം ചെയ്യാൻ. എന്നിട്ട് ഈ RTB നമ്പർ അവർക്ക് സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ റെന്റ് കൊടുക്കുന്നവർക്ക് €1000 വരെ മാക്സിമം ടാക്സ് ക്രെഡിറ്റ് തന്നെ നമുക്ക് കിട്ടും. അത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ €1000 വരെ, അതുപോലെ മാരേജ് കപ്പിള് ജോയിന്റ് അസസ്മെന്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ €2000 വരെ ഒരു കപ്പിളിന് എലിജിബിൾ ആണ് കേട്ടോ. അത് നല്ലൊരു സപ്പോർട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ റെന്റിന് താമസിക്കുന്നവർക്കും ഒരു ചെറിയൊരു റെന്റിനൊരു ആശ്വാസം കിട്ടുന്ന ഒരു സപ്പോർട്ടാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോ മോർഗേജ് എടുത്തു. അപ്പൊ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഇനി റെന്റ് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ റെന്റിന് താമസിക്കുന്നവർക്കെല്ലാം റെന്റ് ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ആണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ സാധനം വാങ്ങിയപ്പോഴത്തേക്കും ടെസ്കോയിൽ നിന്ന് ഇങ്ങനത്തെ ഹോട്ട് ആൻഡ് സ്പൈസി പ്രോൺസ്, പിന്നെ അതുപോലെ സ്റ്റിക്കി ചിക്കൻ കബാബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ പാക്കറ്റുകൾ കിട്ടും കേട്ടോ. ഇത് ഈസി കുക്കിംഗ് ആണ്. ജസ്റ്റ് ഒരു 16 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഫ്രോസൺ ആയിട്ടാണ് വരുന്നത്. അപ്പം ഇതുപോലെ സ്നാക്സ് ഒക്കെ കഴിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇങ്ങനത്തെ വാങ്ങാം. ഇത് വെറും €3.5 ഉള്ളൂ കേട്ടോ. അപ്പം ഇതൊക്കെ ഒരു ഇച്ചിരി ചൈനീസ് സ്റ്റൈലായിരിക്കും കേട്ടോ. ഇത് നമുക്ക് ഈ ചൈനീസ് സ്റ്റാർട്ടറൊക്കെ പോലെ കിട്ടുന്ന ഐറ്റംസ് ആണ്. ഇത് ഇങ്ങനത്തെ ഐറ്റംസ് ഇത് ഓൾറെഡി കുക്ക്ഡാണ്, ജസ്റ്റ് ചൂടാക്കിയാൽ മാത്രം മതി മൈക്രോവേവിൽ. ഇത് ബീഫും പിന്നെ പൊട്ടറ്റോ, സ്മാഷ്ഡ് പൊട്ടറ്റോയാണ്. അപ്പം അങ്ങനത്തെയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അധികം കുക്കിംഗ് ഒന്നും ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഗ്രോസറി ഒക്കെ വാങ്ങാൻ വന്ന സമയത്ത് കുക്കിംഗ് ഒന്നും ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് അപ്പോഴേ ചൂടാക്കി കഴിച്ച് നമുക്ക് പിന്നെ വെറുതെ കുക്ക് ചെയ്ത് സമയമൊന്നും കളയണ്ട കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ബാർ കൗണ്ടറൊക്കെ നമ്മൾ നല്ല സെറ്റാക്കി ഫുള്ള് ലൈറ്റൊക്കെ കൊടുത്തു. അതുപോലെ ഒരു മേജർ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാവർക്കും അറിയാം, സാലറി വാങ്ങുന്ന എല്ലാവർക്കും ഒരു USC ചാർജ് കട്ടാവുന്നുണ്ട്. യൂണിവേഴ്സൽ സോഷ്യൽ ചാർജ് എന്ന് പറയുന്നത് അത് 4% ആയിരുന്നു അതിന്റെ കട്ടിങ് വരുന്നത്. പക്ഷേ ഇപ്പൊ അത് 3% ആയിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏതൊക്കെ ആൾക്കാർക്ക് കുറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ബിറ്റ്വീൻ 27,382 അതുപോലെ 70,044 ഈ ഇൻകത്തിന്റെ ഇടയിൽ സമ്പാദിക്കുന്നവർക്ക് 4% എന്നുള്ള യൂണിവേഴ്സൽ സോഷ്യൽ ചാർജ് കുറഞ്ഞിട്ട് 3% കൊടുത്താൽ മതി. അപ്പോൾ ഒരു ചെറിയൊരു കട്ടിങ്ങിന്റെ ഒരു കുറവ് ചെറുതായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അയർലൻഡിലെ മിനിമം വേജ്. എപ്പോഴും നമ്മളെ ബഡ്ജറ്റ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവരുടെ മിനിമം വേജ് ഒരു സ്റ്റെപ്പ് കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അത് ഞാൻ ഇവിടെ വന്ന സമയം മുതൽ ബഡ്ജറ്റ് കേൾക്കുമ്പോൾ ഓരോ ഇയറിലും ഇവിടുത്തെ നോർമൽ ഒരു ജോബിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട മിനിമം വേജസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഗവൺമെന്റ് ഓൾറെഡി ഇവിടുത്തെ ആൾക്കാരുടെ മിനിമം വേജ് ഈ വർഷം മുതൽ ഇന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ എംപ്ലോയിയും അത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം മിനിമം വേജിന്റെ കേസിൽ അവർ പറഞ്ഞേക്കുന്നത് ദ നാഷണൽ മിനിമം വേജ് വിൽ ഇൻക്രീസ് ബൈ 80 സെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് കിട്ടുന്ന ഒരു അവറിൽ കിട്ടുന്നത് മിനിമം 13.50
ആയിരിക്കും. എന്ന് വെച്ചാൽ 13 യൂറോ 50 സെന്റ് ആണ് പെർ അവറിന് ഇനി അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും മിനിമം വേജ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അത് ജനുവരി 2025 മുതൽ ആപ്ലിക്കബിൾ ആണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പോഴാണ്. അതിൽ ഫ്രീ സ്കൂൾ ബുക്സ് ഫോർ സീനിയർ സൈക്കിൾ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഫ്രീ സ്കൂൾ ബുക്ക് സ്കീംസ് വിൽ ബി എക്സ്റ്റെൻഡഡ് ടു ഓൾ ട്രാൻസിഷൻ ഇയർ ആൻഡ് സീനിയർ സൈക്കിൾ സ്റ്റുഡൻസ് വിത്തിൻ ദ ഫ്രീ എഡ്യൂക്കേഷൻ സ്കീം ഫോർ സെപ്റ്റംബർ 2025. ഫ്രീ സ്കൂൾ ബുക്ക് ആണ് ഇനിയിപ്പം ഫോർ സീനിയർ സൈക്കിൾ സ്റ്റുഡൻസിന് ഫ്രീ സ്കൂൾ ബുക്ക് ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് എക്സാംസിന്റെ കാര്യം പറയുന്നുണ്ട്. there will be no fees for junior cycle and senior cycle students sitting state examinations in 2025. എന്ന് വെച്ചാൽ ഇനിയിപ്പം സ്റ്റേറ്റ് എക്സാമിന് ഫീസ് ഇല്ല. there will be no fees for junior cycle and senior cycle students sitting state examinations 2025 കേട്ടോ. അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സിന് വേണ്ടി ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 768 എക്സ്ട്രാ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന് വേണ്ടി ഉള്ള ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1600 അഡീഷണൽ സ്പെഷ്യൽ നീഡ്സ് അസിസ്റ്റൻസിനുള്ള ഫണ്ടിങ്ങും ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ വേറൊരു കാര്യം ഇതിൽ പറഞ്ഞേക്കുന്നത് വെച്ചാൽ സ്മാർട്ട് ഫോൺ ഫ്രീ ഇനിഷ്യേറ്റീവ് ഇൻ സ്കൂൾസ്. പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് ഹോട്ട് സ്കൂൾ മീൽസിനെ കുറിച്ചാണ്. ഹോട്ട് സ്കൂൾ മീൽ പ്രോഗ്രാം വിൽ ബി എക്സ്റ്റെൻഡഡ് ടു ഓൾ റിമൈനിങ് പ്രൈമറി സ്കൂൾസ് ഫ്രം ഏപ്രിൽ 2025 മുതൽ റിമൈനിങ് എല്ലാ പ്രൈമറി സ്കൂളിലേക്കും ഹോട്ട് സ്കൂൾ മീൽസ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അത് കൂടാതെ സ്റ്റുഡൻസ് കോൺട്രിബ്യൂഷൻ ഫീ വിൽ ബി റെഡ്യൂസ്ഡ് by 1000 euro for students in 2024-2025 അക്കാഡമിക് ഇയർ. എന്ന് വെച്ചാൽ അക്കാഡമിക് 2024ലും 2025ലും ഉള്ള അക്കാഡമിക് ഇയറിലുള്ള സ്റ്റുഡൻസ് കോൺട്രിബ്യൂഷൻ ഫീ 1000 euro കുറയ്ക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിനും ഉള്ള കാറ്റഗറിയിൽ ഗവൺമെന്റ് ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഹൗസിംഗിന്റെ കാറ്റഗറി നോക്കാം. അതിവിടെ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം നമ്മളൊക്കെ വീട് വാങ്ങിയവരും അതുപോലെ വീട് വാങ്ങാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഹൗസിംഗിന്റെ കാറ്റഗറി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് കറക്റ്റ് ആണ്. അപ്പൊ ഹൗസിംഗിന്റെ ഗവൺമെന്റ് ബഡ്ജറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഹെൽപ് ടു ബൈ സ്കീം 2029 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദ ഹെൽപ് ടു ബൈ സ്കീം ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ടു ദ എൻഡ് ഓഫ് 2029. അത് ഭയങ്കര ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ പുതിയ വീടുകൾ വാങ്ങുന്നവർക്ക് ഹെൽപ് ടു ബൈ സ്കീമിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഹെൽപ് ടു ബൈ സ്കീം അവരെ ഏൺ ചെയ്തേക്കുന്ന ടാക്സിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് എത്ര രൂപ എലിജിബിൾ ആണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഹെൽപ് ടു ബൈ സ്കീം ഒക്കെ 2029 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മോർഗേജ് ഇൻട്രസ്റ്റ് ടാക്സ് ക്രെഡിറ്റ് ആണ് കേട്ടോ. അത് മോർഗേജ് എടുത്തവർക്കുള്ളതാണ്. അപ്പം അത് ശരിക്ക് 2023 ഓൾറെഡി മോർഗേജ് ഇൻട്രസ്റ്റ് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. അത് 2024 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോം ഓണേഴ്സ് ആയിരിക്കണം. പിന്നെ അവർക്ക് ഇനി മോർഗേജ് അടയ്ക്കാൻ ഏകദേശം 80,000 യൂറോയ്ക്കും 5 ലക്ഷം യൂറോയ്ക്കും ഇടയിൽ അവർക്ക് മോർഗേജ് ഇനിയും പെൻഡിങ് കിടപ്പുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് മോർഗേജ് ഇൻട്രസ്റ്റ് ടാക്സ് ക്രെഡിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ആയിട്ട് മോർഗേജ് ഒരു 80,000 അല്ലെങ്കിൽ ഒരു 5 ലക്ഷവും ഇതിനിടയിലുള്ള ഒരു എമൗണ്ട് എന്തായാലും ഉണ്ടായിരിക്കണം. ആ ഇടയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് മോർഗേജ് ഇൻട്രസ്റ്റ് ടാക്സ് ക്രെഡിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതൊരു ട്രിക്കിയാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന മോർഗേജ് ഇൻട്രസ്റ്റ് ടാക്സ് ക്രെഡിറ്റ് എത്രയാണെന്ന് വെച്ചാൽ 1250 യൂറോ വരെയാണ് മാക്സിമം നമുക്ക് എലിജിബിൾ ആവുന്നത്. എന്ന് വെച്ചാൽ ഇതിലൊരു എക്സാമ്പിൾ ഇവർ പറയുന്നുണ്ട്. ഒരാളുടെ മോർഗേജ് ഇൻട്രസ്റ്റ് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെയാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 9,000 യൂറോ ആനുവലി മോർഗേജ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2023 ആയപ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ആയിട്ട് ഏകദേശം 12,000 യൂറോ ആനുവലി പേ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 പേ ചെയ്ത 12,000 മൈനസ് 2022 പേ ചെയ്ത 9,000. അപ്പൊ ഏകദേശം 3,000 യൂറോ ഡിഫറൻസ് ആണ് എക്സ്ട്രാ പേ ചെയ്തേക്കുന്നത് 2022 അപേക്ഷിച്ച്. അപ്പൊ ആ 3,000ന്റെ 20% ആണ് എലിജിബിൾ ആയിട്ടുള്ള മോർഗേജ് ഇൻട്രസ്റ്റ് ടാക്സ് ക്രെഡിറ്റ്. അത് ഏകദേശം 600 യൂറോ ആണ് എലിജിബിൾ ആവുന്നത് കേട്ടോ. 2022 മോർഗേജിന് വേണ്ടി ആനുവലി കൊടുത്തേക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും 2023 മോർഗേജിന് ആനുവലി കൊടുത്തേക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും വെച്ചിട്ടുള്ള ഡിഫറൻസ് എടുക്കും. ആ ഡിഫറൻസിന്റെ 20% ആണ് നമുക്ക് മോർഗേജ് ഇൻട്രസ്റ്റ് ടാക്സ് ക്രെഡിറ്റിന്റെ എലിജിബിലിറ്റി ഉള്ളത് കേട്ടോ. പിന്നെ ഒരു മേജർ അപ്ഡേറ്റ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എനർജി ബില്ലുകളാണ്. എനർജി ആൻഡ് എൻവയോൺമെന്റിൽ ഓൾ ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കസ്റ്റമർ വിൽ ഗെറ്റ് 250 യൂറോ ഓഫ് ഇൻ ദയർ ഇലക്ട്രിസിറ്റി ബില്ല് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 250 യൂറോ എനർജി ക്രെഡിറ്റ് നമുക്ക് കിട്ടും. അത് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഒരു ഇൻസ്റ്റാൾമെന്റ് നമുക്ക് 125 യൂറോ എന്നുള്ളത് ഈ 2024 എൻഡ് ആവുന്നതിന് മുന്നേ നമുക്ക് കിട്ടും. അടുത്തൊരു ഇൻസ്റ്റാൾമെന്റ് നമുക്ക് വരുന്നത് അടുത്ത ന്യൂ ഇയറിലാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1000 യൂറോ
യൂറോ ഒരു വർഷം ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി മുടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് 250 യൂറോ എനർജി ക്രെഡിറ്റ് ആയിട്ട് ഗവൺമെന്റ് നമുക്ക് പേ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ ഇൻ എഫക്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് 750 യൂറോയെ നമുക്ക് സ്പെൻഡ് ആവത്തുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇലക്ട്രിക് അയർലൻഡിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വർഷം റീകോൺട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റീകോൺട്രാക്ട് ചെയ്തപ്പം ഓൾറെഡി ഇലക്ട്രിക് അയർലൻഡ് 28% ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ഞങ്ങളുടെ ആനുവൽ ബില്ലിൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 1000 യൂറോ ആനുവൽ ബില്ല് ഉണ്ടെങ്കിൽ അതിനകത്ത് 28% കുറയും. 250 യൂറോ നമുക്ക് ഏകദേശം കുറയാൻ ചാൻസ് ഉണ്ട്. ആനുവൽ ബില്ലിന്റെ 28% അവർ ഡിസ്കൗണ്ട് തരും. പിന്നെ അത് കൂടാതാണ് നമുക്ക് ശരിക്ക് ഇപ്പം എനർജി ക്രെഡിറ്റ് ആയിട്ട് 250 യൂറോ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും കൂടെ സപ്പോർട്ട് ഉള്ളത് കേട്ടോ. അപ്പം ഇവിടെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ വീടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നമുക്ക് എനർജി തരുന്ന ആ കമ്പനിയായിട്ട് നമ്മൾ കോൺട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കോൺട്രാക്ട് ചെയ്യുമ്പോൾ 1 ഇയറിലേക്ക് നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു നമുക്കൊരു പെനാൽറ്റി ഫീ എന്തായാലും ഉണ്ടാവും. പക്ഷേ നമുക്ക് ഡിസ്കൗണ്ട് ബാർഗെയിൻ ചെയ്യാം. നമുക്ക് കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇലക്ട്രിക് അയർലൻഡ് എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് റീകോൺട്രാക്ട് ചെയ്യാൻ വില്ലിംഗ് ആണ്, പക്ഷെ ഞങ്ങൾക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫർ തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ 28% നമുക്ക് ഡിസ്കൗണ്ട് ബില്ലിൽ തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആനുവലി നമ്മൾ എടുക്കുന്ന ആ ഒരു ബില്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് 28% നമുക്ക് ഓഫും കിട്ടും. പിന്നെ പോരാത്തതിനാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഈ പറഞ്ഞ 250 യൂറോ എന്നുള്ള എനർജി ക്രെഡിറ്റും കൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ 2 ഓഫും നമുക്ക് ബില്ലിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പം എനർജി ആൻഡ് ഇലക്ട്രിസിറ്റി എന്നുള്ളതിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ റീകോൺട്രാക്ട് ചെയ്യുമ്പം നമുക്ക് അവരെ ബാർഗെയിൻ ചെയ്ത് ഒരു നല്ലൊരു ഡിസ്കൗണ്ട് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങാം കേട്ടോ. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ എനർജിക്ക് നമ്മൾ അത്രയും ബില്ല് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തിന്റെ കേസിൽ ബഡ്ജറ്റ് കുറെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ 335 ന്യൂ ഹോസ്പിറ്റൽ ബെഡ്സ് ആൻഡ് 160 കമ്മ്യൂണിറ്റി ബെഡ്സ്, പിന്നെ 2 ന്യൂ സർജിക്കൽ ഹബ്സ്, പിന്നെ ഇൻക്രീസ് ഇൻ ട്രെയിനിങ് പ്ലേസസ് ഫോർ GPs ആൻഡ് നഴ്സസ്, പിന്നെ 49 ന്യൂ കൺസൾട്ടന്റ് പോസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ ചിക്കൻ പോക്സിന് വേണ്ടിയുള്ള ഒരു വാക്സിനേഷൻ പ്രോഗ്രാംസ് ചിൽഡ്രൻസിന് ഉണ്ടാവും. പിന്നെ ഇംപ്ലിമെന്റേഷൻ ഓഫ് ന്യൂ നാഷണൽ അഡൽട്ട് പാലിയേറ്റീവ് കെയർ പോളിസി, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ ഒരു അപ്ഡേറ്റ് പറയുന്നുണ്ട്. അതുപോലെ ബവൽ സ്ക്രീൻ, മെന്റൽ ഹെൽത്ത്, HSC അസിസ്റ്റഡ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ സർവീസ്, പിന്നെ ഓൾഡർ പീപ്പിൾ അവരുടെ ഇതിലൊരു അപ്ഡേറ്റ് പറയുന്നുണ്ട്. പിന്നെ ഡിസേബിലിറ്റി അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ സെർവിക്കൽ ചെക്ക് പേയ്മെന്റ്സ്, ഫോസ്റ്റർ കെയർ അലവൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളിൽ ഹെൽത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റുകൾ പറയുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെയർസിന്റെ കാര്യത്തിൽ 20% റിഡക്ഷൻ. ദ 20% റിഡക്ഷൻ ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെയർസ് വിൽ കണ്ടിന്യൂ ഇൻ 2025. പിന്നെ 50% പ്രൈസ് റിഡക്ഷൻ ഓൺ ദ യങ് അഡൽട്ട് ലീപ് കാർഡ് ഫോർ പീപ്പിൾ ഏജ്ഡ് 19 to 25. പിന്നെ അത് കൂടാതെ 90 മിനിറ്റ്സ് ഫെയർ വിൽ കണ്ടിന്യൂ ഇൻ 2025. അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നവർക്കാണ് അത് കുറച്ച് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നത്. പിന്നെ ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ട് വിൽ ബി എക്സ്റ്റെൻഡഡ് ടു ചിൽഡ്രൻ ബിറ്റ്വീൻ 5 and 8 years ഓഫ് ഏജ്. എന്ന് വെച്ചാൽ 5 വയസ്സിനും 8 yearsനും ഇടയിൽ ഏജ് ഉള്ള കുട്ടികൾക്ക് ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ട് വിൽ ബി എക്സ്റ്റെൻഡഡ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് അയർലൻഡിലെ പ്രഖ്യാപിച്ച ബഡ്ജറ്റിന്റെ ഒരു പോയിന്റുകൾ കേട്ടോ. ഞാനപ്പം എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തന്നെയാണ്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായും citizens-information.ie ബഡ്ജറ്റിനെ കുറിച്ച് 2025 ബഡ്ജറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. ഞാൻ അത് നോക്കി തന്നെയാണ് പറഞ്ഞത്. ജസ്റ്റ് വീഡിയോ പോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ സൈഡിലും എല്ലാ രീതിയിലും കൂടുതലായിട്ട് തന്നേക്കുന്ന ഒരു ബഡ്ജറ്റാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെന്റ് പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ റെന്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതുപോലെ ഇപ്പം വീട് വാങ്ങുന്നവർക്കും ഹൗസ് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പൊ അവർക്ക് മാക്സിമം ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റുകളൊക്കെ തന്ന് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് പല രീതിയിലും കുറെ ബെനിഫിറ്റുകൾ നമുക്ക് തരുന്നത്. ഇപ്പൊ കുട്ടികളുടെ കേസ് ചൈൽഡ് ബെനിഫിറ്റ് ആണെങ്കിലും അതുപോലെ എനർജി ക്രെഡിറ്റുകളാണെങ്കിലും പിന്നെ അതുപോലെ
നമുക്ക് ക്രിസ്മസ് ബോണസ് കിട്ടുന്നവർക്ക് അങ്ങനെ, പിന്നെ അതുപോലെ റെന്റൽ അലവൻസ്, റെന്റ് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നവർക്ക് അങ്ങനെ ഒരുപാട് രീതിയിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് എന്തായാലും ബഡ്ജറ്റിലുണ്ട്. അപ്പോൾ ഇത് ആലോചിക്കണം, ബഡ്ജറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 1-2 ആൾക്കാർക്കല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ഫുള്ള് അത്രയും ഫണ്ടുകളാണ് ഇവർ കൊടുക്കുന്നത്. ഇപ്പം ഒരു യൂറോ ഡിഫറൻസ് പറഞ്ഞാലും ഇപ്പം 50 ലക്ഷം ജനങ്ങളുണ്ടെങ്കിൽ 50 ലക്ഷം ജനങ്ങൾ അത് എലിജിബിൾ ആകുമ്പോഴത്തേക്കും അത്രയും യൂറോ അവർക്ക് ഡിഫറൻസ് മാറുകയാണ് ചെയ്യുന്നത്. അയർലൻഡിന്റെ നല്ലൊരു രീതിയിലുള്ള ഒരു സ്റ്റേബിൾ എക്കണോമിയും അതുപോലെ നല്ലൊരു GDP ഗ്രോത്തും എല്ലാം ഇങ്ങനെയുള്ള നല്ല നല്ല ബഡ്ജറ്റുകൾ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ബെനിഫിറ്റുകളാക്കി മാറ്റാൻ ഗവൺമെന്റിന് പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷാൻബല്ലി ബാർ എന്നാണ് നമ്മുടെ ബാർ കൗണ്ടറിന്റെ പേര് കേട്ടോ, ഷാൻബല്ലി ബാർ. ലച്ചു ഇവിടുത്തെ നാളത്തേക്കുള്ള കുക്കിങ്ങിന്റെ തിരക്കിലാണ്. അപ്പൊ നമ്മൾ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ അടുത്ത കിടിലം വീഡിയോ ആയിട്ട് കാണാം. ചെറിയ തണുപ്പൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതുവരെ ഹീറ്റർ ഒന്നും ഓൺ ചെയ്തിട്ടില്ല. നമ്മളുടെ ഡ്രസ്സൊക്കെ വെച്ച് തന്നെ നമ്മൾ ഇതായി പോകുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ മറ്റേ ചെറിയ ബ്ലാങ്കറ്റ് ഹുഡിയൊക്കെ പോലെ അതുപോലത്തെ സാധനം ഒരെണ്ണം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം പ്ലേ സ്റ്റേഷന്റെ ആണ് ഇത്. ശരിക്കും ഇവിടുത്തെ പയ്യന്മാരൊക്കെ എങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കുന്നത്, ടീനേജ് പയ്യന്മാർ. പിന്നെ നമുക്ക് വിടാം വീട്ടിനകത്ത്. അപ്പോൾ ലച്ചുവിനും ഓൾറെഡി ഉണ്ട്, ഞാൻ ഒരെണ്ണം ജസ്റ്റ് പുതിയത് വാങ്ങി. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് തണുപ്പ് നല്ല രീതിയിൽ, ഒത്തിരി ഹീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഈ കുക്കിങ്ങിൻ്റെ ഹീറ്റ് കൊണ്ട് തന്നെ വീട് ചൂടാവും. അപ്പോൾ എനിക്കും കുഞ്ഞൂസിനും ലച്ചുവിനും ഇതുപോലത്തെ ബ്ലാങ്കറ്റ് ഹുഡീസ് ഉണ്ട്. ഈ ബ്ലാങ്കറ്റ് ഹുഡീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല അടിപൊളി കോസിയാണ്. നമ്മൾ വെറുതെ എല്ലാ റൂമുകളും ഇങ്ങനെ ഒത്തിരി നേരം ഹീറ്റൊന്നും ഇട്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നും വരില്ല. വിന്ററിൽ, നല്ല വിന്റർ ആണെങ്കിൽ പോലും കുറച്ച് നേരം ചൂടുവെള്ളത്തിന് വേണ്ടി മാത്രം, പിന്നെ അതുപോലെ നല്ല പീക്ക് ടൈം തണുപ്പ് വരുന്ന സമയം മാത്രം നമ്മൾ വീടൊന്ന് ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരത്തുള്ളൂ. അപ്പം ഇതുപോലത്തെ ബ്ലാങ്കറ്റ് ഹുഡീസൊക്കെ ഒത്തിരി ചീപ്പ് റേറ്റിന് ഇവിടെ കിട്ടും. ഏകദേശം 15 യൂറോ അത്രയൊക്കെ വരത്തുള്ളൂ. കുഞ്ഞൂസ്. അപ്പൊ എന്തായാലും അടുത്ത കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.